ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു തോക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ട് ഒരു 2 കോഴിയും 2 പൂച്ചയൊക്കെ വെടിവെച്ചിടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ വീഡിയോ കാണാൻ പോരി. പറ്റിച്ചേ, ഞാൻ നിങ്ങളിത് കാണാൻ വരുമെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വെടിവെക്കാനൊന്നും പറ്റില്ല. നമ്മളിത് ജസ്റ്റ് ഷോയ്ക്ക് മാത്രം വെക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഈ സ്കൈ വാഷിൻ്റെ കുപ്പി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പൈപ്പും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സ്കൈ വാഷിൻ്റെ ബോട്ടിൽ ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമേ ഇതേപോലെ സ്റ്റിക്കറുകൾ ഉണ്ടാവും. സ്റ്റിക്കറുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ ടൈപ്പാണ്. അത് ഒന്നെങ്കിൽ കൈ കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ ചേരി കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത കുപ്പിയിൽ നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ് അടിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം അടിക്കുന്ന കോട്ടിൽ ഒരു ഓറഞ്ചും യെല്ലോയും ബ്രൗണും മിക്സ് ചെയ്തുകൊണ്ടാണ് അടിക്കുന്നത്. ഈ 3 കളർ പാടി മിക്സ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കോട്ട് അടിക്കുന്നത്. ഇതിൽ നമ്മൾ വേറെ ഒന്നും അടിക്കുന്നില്ല, ഡയറക്റ്റ് നമ്മൾ കളർ വെക്കുകയാണ്. മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളിലും നമ്മൾ വൈറ്റ് പ്രൈമർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പ്രൈമർ ഒന്നും അടിച്ചിട്ടില്ല, ഡയറക്റ്റ് നമ്മൾ കളർ വെക്കാൻ പോവുകയാണ്. അപ്പോൾ മിക്സ് ചെയ്തെടുത്ത കളർ നമ്മൾ ഡയറക്റ്റ് അതിൽ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒപ്പിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങളത് കളർ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഒരു 20 mm PVC പൈപ്പാണ്. ബാക്കി പരിപാടി നമ്മൾ ഈ പൈപ്പ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പ് നമുക്കത് ഊരി ഒഴിവാക്കാം. ടോപ്പ് ഊരി ഒഴിവാക്കിയിട്ട് നമുക്ക് ആ പൈപ്പ് അതിലേക്ക് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. അതെ, ഇങ്ങനെ നമ്മൾ ബ്രൗൺ അടിച്ച് കഴിഞ്ഞ് കുപ്പിയുടെ മേലെ ഞാൻ കുറച്ച് സ്ലീക്ക് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഷൈനിങ് നിങ്ങൾക്ക് തോന്നുക. കുപ്പിയുടെ മേലെ ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ നിങ്ങൾക്ക് ലൈറ്റ് അടിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ 20 mm PVC പൈപ്പ് ഇതിൽ ഡയറക്റ്റ് കയറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സൈഡിൽ ചെറുതായിട്ട് 2 കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ പൈപ്പ് ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും, നല്ല ടൈറ്റിലും നിൽക്കും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സെറ്റായി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു തോക്കിൻ്റെ രൂപമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഇത് ഉദ്ദേശിക്കുന്ന സാധനം ഇതല്ല. കുറച്ചും കൂടി സെറ്റപ്പുകളാക്കിയിട്ട് നമുക്കൊന്നത് ഷോ ആക്കി എടുക്കണം. അതിനു വേണ്ടി നമ്മളൊരു ചെറിയ കഷ്ണം 1 ഇഞ്ചിൻ്റെ വാട്ടർ പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റേത് ഇലക്ട്രിക്കൽ പൈപ്പാണ്, ഇത് വാട്ടർ പൈപ്പാണ്. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ വേസ്റ്റ് എടുക്കുന്ന സാധനങ്ങളായതിനെക്കൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് ചെയ്തതാണ്. ഒരു സാധനം അവിടെ അന്വേഷിച്ച് നടന്നത് നമുക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ പ്രയോഗിച്ചപ്പോൾ ഇത് സെറ്റാണ്. അവിടെ നമ്മളെ അളവിൽ കറക്റ്റായിരുന്നു, അവിടെ നല്ല ടൈറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ഞാനങ്ങ് ഉപയോഗിച്ചു. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിലേക്ക് കയറ്റി വെച്ചപ്പം കുറച്ച് ഭാഗത്ത് നമുക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടെർമോക്കോളിൻ്റെ ചെറിയ പീസ് ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വേണ്ട ഒരു വാട്ടർ ട്യൂബാണ്. അപ്പോൾ ഈ വാട്ടർ ട്യൂബ് കൊണ്ടാണ് ബാക്കി നമ്മൾ തോക്കിൻ്റെ അടിഭാഗം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നടു കീറി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയും രീതിയിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന സെറ്റപ്പിൽ ഇത്രയും വലിയൊരു സാധനം നമുക്ക് അവിടെ ആവശ്യമില്ല. അപ്പം ഞാൻ ഇത്രയും കർവായി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നടു കീറി എടുത്തതിന് ശേഷം 2 പോർഷൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ഫ്ലെക്സ് ക്യൂക്ക് ആകുമ്പോൾ പെട്ടെന്ന് സെറ്റ് ആയിക്കോളും, അവിടെ തന്നെ സാധനം ഇളകാണ്ട് നിന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിക്കുന്നത്. 20 mm പൈപ്പിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഒരു പീസല്ല, 2 പീസ് വേണം നമുക്ക്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ സോക്കറ്റ് അടിക്കുന്ന പോലെ ചൂടാക്കുന്നുണ്ട്. ചൂടാക്കി എടുത്തതിന് ശേഷം അത് സോക്കറ്റ് രൂപേണ ആക്കി എടുക്കുന്നുണ്ട്. നമ്മളൊരു പൈപ്പ് എടുത്ത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇൻസേർട്ട് ചെയ്ത് അത് ലൂസാക്കി കൊടുക്കണം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ 2 സൈഡിൽ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ തോക്കിൻ്റെ മേലെയുള്ള സ്കോപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ്, സ്കോപ്പ് പോലെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ തോക്കിൻ്റെ മേലെ സാധനം കാണാറില്ലേ, അപ്പോൾ ആ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ തലയിൽ തോന്നുന്ന ചെറിയ ചെറിയ ഐഡിയകൾ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ വലിയ സംഭവമായിരിക്കും. എനിവേ, നിങ്ങൾക്കത് പറ്റട്ടെ. അപ്പോൾ ഞാൻ ഈ 1 ഇഞ്ച് പൈപ്പിൻ്റെ മേലെ ഒരു ചെറിയ റീപ്പർ കഷ്ണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ചതിൻ്റെ മേലെയാണ് നമ്മൾ ഈ സ്കോപ്പ് പോലത്തെ ഈ സാധനം, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സാധനം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചൂടാക്കിയെടുത്തപ്പം ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് വളഞ്ഞും തിരിഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനതൊക്കെ നമ്മുടെ എക്സോ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് നേരത്തെ പറഞ്ഞു, ഫ്ലെക്സ് ക്യൂക്ക് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ്സ് കൊണ്ട് നമുക്കത് ഒട്ടിക്കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു റീപ്പർ കഷ്ണം പാടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എഡ്ജിൽ ഒരു ചെറിയൊരു സാധനം ഉണ്ടാവാറില്ലേ, അപ്പോൾ ആ ഒരു സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പാടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഇതുപോലെ ഫ്ലെക്സ് ക്യൂക്ക് വെക്കുക, ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ സാധനം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അതും നമ്മൾ നേരത്തെ കാണിച്ച വാട്ടർ ട്യൂബിൻ്റെ ഒരു പീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കർവാക്കി ചുറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ആ പോർഷൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. യൂസ് ചെയ്ത വാട്ടർ ട്യൂബാണ്.
അപ്പം നമ്മൾ ഏകദേശം ഒരു തോക്കിൻ്റെ ഫ്രെയിം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തോക്കിൻ്റെ ഫ്രെയിം ആയോ എന്ന് എനിക്കറിയില്ല, എൻ്റെ കണ്ണിൽ ഇത് തോക്കിൻ്റെ ഫ്രെയിം ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കണ്ണിലൊരു സ്കൈ വാഷിൻ്റെ ബോട്ടിൽ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ തോന്നിയ എൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ആണ്. അവൻ ഫ്ലോപ്പായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അതായിട്ട് അങ്ങ് മുന്നോട്ട് പോയതാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വീഡിയോ എടുക്കാനും നിങ്ങളെ കാണിക്കാനും തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് എൻ്റെ പഴയ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സൈഡ് ബാഗിൻ്റെ ഒരു വള്ളിയാണ്. അപ്പോൾ സൈഡ് ബാഗിൻ്റെ വള്ളി ഞാൻ അങ്ങ് കട്ട് ചെയ്തെടുത്തു. ബാഗ് മൊത്തത്തിൽ പൊളിഞ്ഞാടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഈ സാധനം അങ്ങ് ഊരിയെടുത്ത് കട്ട് ചെയ്ത് ഒട്ടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് കുറച്ച് വണ്ണമുള്ള സാധനമായിരുന്നു. അപ്പോൾ ഞാൻ നടുവിലൂടെ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മുടെ തോക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സാധനമാണ് നിങ്ങൾക്ക് എഡ്ജിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് സാധനം. അപ്പം ജസ്റ്റ് നമുക്ക് ഷോക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം അല്ലേ ഇത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തേക്കുക. ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെയൊക്കെ താങ്ക് യു. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.